ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം മുന്നേ നമ്മുടെ വീട്ടിൽ ഉമ്മറം നന്നാക്കുന്ന പണികളൊക്കെ നടന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അന്ന് ഞാൻ എടുത്തു വെച്ച വീഡിയോകളാട്ടോ. അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് ഇടണോ ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ടിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്കും കൂടി അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇത് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉമ്മറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ സിമൻറ്റ് വെറുതെ ഇങ്ങനെ പരിക്കൻ്റെ മുകളിൽ വെറുതെ ചെറുതാക്കി തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അത് പൊളിഞ്ഞൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയി അത് ഇട്ട് വെച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് വെച്ചിങ്ങനെ അത് ഗ്രാനൈറ്റ് ഇടണം എന്നുള്ള എനിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഇടണം എന്ന്. അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ വെച്ചിരുന്നതാട്ടാ. ടൈലിടണതിൻ്റെ ഒപ്പം ഇടണമെന്ന് ഏട്ടൻ വിചാരിച്ചതാണ്. അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞത് വേണ്ട, നമുക്ക് ഗ്രാനൈറ്റ് വാങ്ങിയിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാട്ടോ. അപ്പോൾ അതിന് അവസരം വന്നപ്പോൾ അത് ചെയ്യണതാണ്. അപ്പോൾ ഉമ്മറത്ത് ആകെ കളറൊക്കെ പോയി. നമ്മൾ ഇട്ടുണ്ടായിരുന്ന സിമൻറ്റ് കരി ചേർത്തിട്ടുണ്ടായിരുന്നൊക്കെ കളറൊക്കെ പോയി ആകെ ഒരു പല കളറൊക്കെ ആയിട്ടാണ് ഉമ്മറം കിടന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേറെ പണികളൊക്കെ അകത്ത് ചെയ്യുമ്പോൾ ഈ ഉമ്മറത്ത് വെച്ചിട്ട് തന്നെയാണ് സിമൻറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ആകെ വൃത്തികേടായിട്ടാണ് കിടന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊത്തി പൊളിച്ച് കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം. ഇത് ചെയ്യണ ആൾക്കാർ വരുമ്പോഴേക്കും, ആ ജോലിക്കാർ വരുമ്പോഴേക്കും നമ്മൾ ഇതൊക്കെ കൊത്തിപ്പൊളിച്ച് കളഞ്ഞ് വൃത്തിയാക്കണം. അപ്പോൾ ഉമ്മറത്ത് ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. സകല സിമൻറ്റ്, അതുപോലെ ആദ്യം പണി കഴിഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ കെട്ടിവെച്ചതുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ പണിക്ക് കൊണ്ടുവന്നിട്ടുള്ള എന്താണ് കോറിപ്പൊടി, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഏട്ടനും കണ്ണനും കൂടി എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് അതിൻ്റെ മുകളിലുള്ള ആ പാളികളില്ലേ, സിമെൻറ്റിൻ്റെ പാളികൾ ഇങ്ങനെ കൊത്തിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ വെറുതെ നടക്കുമ്പോൾ അത് അടിച്ചു വരുമ്പോഴൊക്കെ പൊളിഞ്ഞു പോകുന്നതായിരുന്നു കേട്ടോ ആദ്യം. ഇപ്പം അത് നമ്മൾ ആവശ്യമായിട്ടിട്ട് അത് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കൊത്തുമ്പോൾ കിട്ടണില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ല ഉറപ്പിലിരിക്കണത്. അപ്പം അത് ഉള്ളിയൊക്കെ വെച്ചിട്ടാണ് അതിങ്ങനെ ചെത്തി എടുത്തത് കേട്ടോ. കുറേ സമയം പിടിച്ചു അത് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പരുക്കൻ പൊട്ടും ചെയ്യാൻ പാടില്ലല്ലോ. അടിയിൽ കിടക്കുന്ന പരുക്കൻ സ്ട്രോങ് ആയി കിടക്കണതാ. അത് ഇളകി പോന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ വൃത്തികേടാവില്ലേ. അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് അതൊക്കെ അങ്ങനെ ചെത്തിയെടുത്തു കേട്ടോ, ഏട്ടനും മോനും കൂടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു സോപാനം പോലത്തെ ഒരു സാധനം രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാവശ്യമില്ലാണ്ട് വെച്ചതാട്ടോ അത്. ഏട്ടൻ്റെ ഇഷ്ടപ്രകാരം മേടിച്ച് കൊണ്ടുവന്ന് വെച്ചതൊക്കെയാണ്. അപ്പം അത് ഞങ്ങളത് 100 തവണ പറഞ്ഞു ഇങ്ങനെ ചവിട്ടുപടിക്ക് അതൊരു വൃത്തിയില്ല വേണ്ടാന്നൊക്കെ. നാലേട്ടൻ അത് വെച്ചു. എന്നിട്ട് ഇപ്പം അത് കൊത്തി പൊളിച്ചെടുത്തു വിട്ടാൽ നമ്മൾ ചവിട്ടുപടി ഇങ്ങനെ നീളനെ പ്ലെയിനായിട്ട് കിടക്കുമ്പോഴാണ് വൃത്തി. വെറുതെ രണ്ട് സൈഡിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു വൃത്തികേടാണെന്ന് ഞാൻ അന്നേ പറഞ്ഞു, ഞങ്ങളെല്ലാവരും പറഞ്ഞു. അപ്പോൾ ഏട്ടനും ഇവിടെ ആദ്യം പണിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചേട്ടനും കൂടിയിട്ടാണ് അത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് വെച്ചത് കേട്ടാ. പിന്നെ അത് ഇപ്പം ഈ നമ്മൾ പുതിയതായിട്ട് പണി ചെയ്യുമ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഏട്ടന് തന്നെ തോന്നി കുറേ കഴിഞ്ഞപ്പോൾ അത് വൃത്തികേടാണ്. അപ്പോൾ അതൊക്കെ ഇളക്കിയെടുത്തു. അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടായിരുന്നു. അതൊക്കെ ഇളക്കിയെടുത്തു. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗം ഇങ്ങനെ ചെത്തിയെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മണ്ണ് ഇളക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണ് ഇളക്കിയൊക്കെ ഏട്ടൻ എടുത്തു. ഏട്ടൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ടൊക്കെയാണ്. ഈ പണിയൊന്നും ചെയ്ത് പരിചയമില്ല ഏട്ടനെ. അപ്പോൾ ഇത് മൂപ്പര് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തതാണ്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ പണി ഈ കൊത്തുക കളയ്ക്കുക, അതുപോലെ കൊത്തും കളയ്ക്കൊക്കെ പിന്നെയും ചെയ്യും. പക്ഷേ ഈ പൊടി പാറുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ തീരെ പറ്റില്ല. ഞാൻ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പം അത് കാരണം കൊണ്ട് ഏട്ടൻ ഞായറാഴ്ച അത് കഴിഞ്ഞിട്ട് പോണേട്ട് മുന്നേ, ഇവർ പണിക്ക് വരണേൻ്റെ മുന്നേ ആണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടിട്ട് ഏട്ടൻ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് അവർ പണിക്ക് വന്നു. അപ്പോൾ ഈ
നമ്മുടെ ഉമ്മറത്ത് തന്നെ ഇട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും സിമൻ്റൊക്കെ കൂട്ടിയത് കേട്ടോ. വീടൊക്കെ ഒരു കോലായിണ്ട് കേട്ടോ. ഇത് ഈ കുത്തി പൊളിക്കണതിൻ്റെ പൊടിയും ചവിട്ടി കയറിയ പൊടിയും എല്ലാം കൂടിയിട്ട് ഒരു വീട് ആകെ അലങ്കോലമായിട്ടാണ് കിടക്കണം കേട്ടോ. അതിൻ്റെ കൂടെയാണ് ഇതും കൂടിയും കഴിഞ്ഞല്ലോ വൃത്തിയായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ സമാധാനമായിട്ട് ഇരിക്കണേ. ഈ ഉമ്മർത്തിരിക്കണ ഈ ടൈലിൻ്റെ ഇടയിലൊക്കെ പൊടിയിരിക്കണത്, ചുമരുമ പതിച്ചിട്ടുള്ള ആ ടൈലിൻ്റെ ഉള്ളിലൊക്കെ പൊടിയാണ്. അപ്പോൾ നമ്മുടെ ഈ തറവാടിൻ്റെ അടുത്തുള്ള കുട്ടി തന്നെയാണ് കേട്ടോ. കുട്ടി എന്നല്ല, അവിടെ ആ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ ഒരു സുനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സുനീഷാണ് കേട്ടോ അത് ചെയ്യണത്. അപ്പോൾ ഈ വീട്ടിലെ ആദ്യത്തെ പണികളൊക്കെ ഈ മൂപ്പര് തന്നെ ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ കൂടെ വന്നിട്ടുണ്ടായിരുന്ന കൂടെയുള്ള കുട്ടിയാണ് കേട്ടത്, അക്ഷയ് എന്നാണ് പേര്. അപ്പോൾ മൂപ്പര് അതൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രാനൈറ്റിൻ്റെ വലിയ പീസ് ഉണ്ടല്ലോ, അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടുപടിയുമിലേക്ക് ഇങ്ങനെ നീളനെ ഇടാനായിട്ട് കുറച്ച് പോരായിക വരും. അത് പിന്നെ മാത്രമല്ല കുറേ നമുക്ക് വേസ്റ്റേജ് വരും. അവിടെ ഇവിടെയൊക്കെ ഈ കഷ്ണമൊക്കെ ആവും, ഈ പടിയുടെ മുകളിലൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളാവും ചവിട്ടിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നീള പീസാവുമ്പോൾ ആ ഒരൊറ്റ ലെങ്ത്തിൽ കിട്ടുമല്ലോ. ഒരു പടിക്കെങ്കിലും ഒറ്റ ലെങ്ത്തിൽ കിട്ടി അത്രയും വൃത്തിയാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനത്തെ, ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനത്തെ എടുത്തത്. ഞാനിങ്ങനെ എൻ്റെ പടിയുടെ നീളമൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടാവുമല്ലോ നമുക്ക്, അപ്പോൾ ഒരു സാധനം കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ അത്, ആ നീളനായിട്ട്. അപ്പം അധികം കൂടുതൽ ഇങ്ങനെ ജോയിൻറ്റുകൾ പടിയുടെ മുകളിൽ വരണ്ടാന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഉമ്മറല്ല പ്രധാനം, അപ്പം ചവിട്ടുപടിയാണ് ഞാൻ എപ്പോഴും പറയണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എടുത്തു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് മൊത്തം 3 ദിവസം കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ മൊത്തം പണിയും കഴിച്ചത്. പിന്നെ ഒരു ദിവസം ഒരു കുട്ടി കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, അത് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ പീസൊക്കെ വെക്കാനുണ്ടാവില്ലേ, അതൊക്കെ വെക്കാനായിട്ട് ഒരു കുട്ടി ഉണ്ടായി. അങ്ങനെയാണ് കേട്ടോ അത് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇവർ ഭയങ്കര ഓടിക്കളിയായിരുന്നത്. എനിക്ക് പേടിയാവുമായിരുന്നു ഈ കല്ലങ്ങനെ മറിച്ചിട്ട്. പിന്നെ കല്ല് ഭയങ്കര ഭാരമാണ്. ഈ എന്താ പറയുക ബ്രിക്സ് ഇല്ലേ, അത് ഈ കോറിപ്പൊടി കൊണ്ടൊക്കെ മെറ്റൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അത് ഭയങ്കര ഭാരമായ കാരണം കൊണ്ട് അത് വീഴില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇവർ കിടന്ന് ഓടി കളിക്കുമ്പോൾ പേടിയാവുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ പണി ഇങ്ങനെ മൊത്തം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സൈഡൊക്കെ ഒരു ദിവസം ചെയ്തു കേട്ടോ അവർ. അങ്ങനെയാണ് വൃത്തിയാക്കി ചെയ്തു തന്നത്. അപ്പം അത് താഴെ കുറച്ച് ഞങ്ങളുടെ ചവിട്ടുപടി ഇങ്ങനെ മുറ്റത്ത് മണ്ണിട്ടപ്പോൾ മൂടിപ്പോയിണ്ടായിരുന്നു. അതിനാണ് ആ കാന കീറിയിട്ട് ഒരു കീറലിങ്ങനെ കീറിയില്ലേ അത്, എന്നിട്ട് അതിൻ്റെ അടിയിലും കൂടി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കീറി. എന്നാലാണ് നമ്മളൊരു ചവിട്ട് മൊത്തമാവുള്ളൂ. അത് കാരണം അപ്പം ഇതൊക്കെ കഴിഞ്ഞ് അവർ പോയപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വൃത്തിയായപ്പോൾ പിന്നെ വേറെ ഒരു പണി നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട ഒരുപാട് പണികളുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഈ പൊടി പറന്നിട്ട് അതിൻ്റെ ഈ എന്താ പറയുക സൈഡൊക്കെ ഇങ്ങനെ എന്താ പറയുക മോൾഡ് ചെയ്യില്ലേ, ആ മോൾഡ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര പൊടിയാണ്. ആ പൊടി ഇങ്ങനെ പറന്ന് എല്ലായിടത്തും ഇരിക്കുക, ടെറസിൻ്റെ മുകളിൽ വരെ ഇരുന്ന് അപ്പോൾ നമ്മൾ ഫാനൊന്നും മെല്ലെ ഇട്ടാൽ ഇങ്ങോട്ട് പറന്നു ഇതാവുക. അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ അവശ നിലയായി ഈ പൊടി ശ്വസിച്ചിട്ട്. അസുഖം മാറാതെ എത്ര ഞാൻ സ്പ്രേ ആണ് കൂടുതലും ഉപയോഗിക്കാറ്. പക്ഷെ എനിക്ക് ആ സ്പ്രേമിലും നിൽക്കാതെ ഇൻഹൈലറുമേ നിൽക്കാതെ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് വേറെ മരുന്ന് തന്നെ കഴിക്കേണ്ടി വന്നു കേട്ടോ. ഇത് അത്രയും പൊടി ശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മൂക്ക് കെട്ടിയിട്ടോ മാസ്ക് വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മളത് എടുക്കില്ലേ, ആ സമയത്ത് ഇതൊക്കെ അങ്ങോട്ട് കയറി പോവും. അതാണ് സംഭവം. അപ്പം നിറയെ കണ്ട ഇത്രയും പൊടികളാണ്. അപ്പം ഞാൻ ആലോചിക്കുക അത്രയും പൊടികൾ തന്നെ എൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ടാവില്ലേ. അതും പ്രത്യേകിച്ച് ഈ കോറിപ്പൊടി പോലത്തെ ഒരു പൊടി പോലെയാണ് അതിൻ്റെ വരിക, വെള്ള ഒരു പൊടി. അപ്പോൾ അത് കൂടുതലും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും നമ്മുടെ തൊണ്ടയിലൊക്കെ. അപ്പം അതുപോലെ തന്നെ ഉള്ളിലേക്കും ചെന്നുണ്ടാവുകയെ. അതുകൊണ്ട്
തീരെ വയ്യാതെയായി ആ സമയത്ത്. അപ്പം മോളാണ് കൂടുതൽ ഈ അടിച്ച് പൊടി കളയണേൽ മോളാണ് കേട്ടോ മെനക്കെട്ടത്. പാവം ഒരുപാട് ബുദ്ധിമുട്ടി അവൾ അത് അടിച്ചൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ആ പൊടിയൊക്കെ അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടയ്ക്കാനൊക്കെ ഞാൻ കൂടി. പക്ഷേ ആ വലിയ പൊടിയൊക്കെ മോളാണൊക്കെ വൃത്തിയാക്കിയത് കേട്ടോ. അപ്പം ഈ അലമാരിയുടെ മേൾവശത്തും ഒക്കെ ഈ പൊടി പറന്നിരിക്കണം. പറയുമ്പോൾ ഞങ്ങൾ ഡോറൊക്കെ അടച്ചിട്ടാണ് ഇരുന്ന് കിടന്നത്. എന്നാലും അത് എവിടെ നിന്നൊക്കെയോ പറന്ന് വന്നിട്ട് കയറിയിരിക്കണത് പൊടി ഈ ഇത് ചെയ്യുമ്പോൾ. അപ്പം ഈ രാവിലെ ഞങ്ങൾ പൊറോട്ടയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിക്കാനായിട്ട്. അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അത് കഴിച്ചിട്ട് കണ്ട പൊറോട്ട നല്ലോണം തിന്നുവരേ. ആ പൊറോട്ട കഴിച്ചിട്ട് കണ്ട അവർ വയ്യ, ഒരടി അങ്ങനെ നീങ്ങി കിടക്കാൻ വയ്യ. എന്നിട്ട് ആ കിടക്കണതാണ് കാണട്ടെ. എത്ര മണിക്കൂർ അങ്ങനെ കിടന്നിട്ടുള്ളതെന്ന വിചാരം, എണീക്കാതെ. നമ്മൾ പറയില്ല. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മനുഷ്യർക്കും അതുപോലെ തന്നെയല്ലേ ഈ പൊറോട്ട തിന്ന അസുഖം വരിക എന്നുള്ളതാണ്. അവനിങ്ങനെ കിടക്കുക, എണീറ്റ് നടക്കുക, ഒരുത്തിരിക്ക് പോവുകയോ ഒന്നും ചെയ്യണില്ല, മലർന്നിങ്ങനെ കിടക്കുക. ഞങ്ങൾ വിളിക്കുമ്പോൾ അങ്ങനെ നോക്കും, പിന്നെ ഉറങ്ങും. അങ്ങനെ ഉറങ്ങിയിട്ട് അവിടെ തന്നെ കിടന്നു. ഞാൻ ശല്യം ചെയ്യാൻ പോയില്ല കേട്ടോ. അടിച്ച് വരുമ്പോഴൊക്കെ എടുത്താൽ പോരെ വെച്ചിട്ട് അവ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതാണ്ട് പൊടി കണ്ട ഈ കോണിയുമലൊക്കെ. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഇടയിലൊക്കെ പൊടി ചെന്നിരിക്കുകയായിരുന്നതേ. അപ്പം അങ്ങനെ അന്നൊരു ദിവസം മുഴുവൻ ഞങ്ങൾ രാവിലെ തൊട്ട് ഇത് വൃത്തിയാക്കലായിരുന്നു കേട്ടോ. അകത്തുള്ള സാധനങ്ങളും പാത്രങ്ങളും എല്ലാതും എടുത്തു വെച്ചിട്ട്. അതിൻ്റെ ഇടയിൽ ഇവൻ ഓരോരോ റീൽസും അതും ഇതൊക്കെ കൊണ്ടിങ്ങനെ വരും. ഇത് നോക്കിയേ പറഞ്ഞിട്ടാ. അപ്പം ഞാൻ കുറേയൊക്കെ നോക്കും, കുറേയൊക്കെ മൂളും. പിന്നെയും നമ്മളതിനെ തോണ്ടിയിട്ട് ഇത് നോക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാൻ. അവ അങ്ങനെയാ. അപ്പം അവർ റേഷൻ കടയിൽ പോകാൻ നിൽക്കട്ടെ, അമ്മയും അവനും കൂടിയിട്ട്. ആ നേരത്താണ് ഇത് കൊടുന്ന് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് നോക്ക്. കുറേയൊക്കെ ഞാൻ മൂളി വിടുന്നുണ്ട്. അപ്പോൾ കണ്ട മോളിത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പൊടി ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ മോളതൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടാ. അവളെ കൊണ്ട് തന്നെ അത് പറ്റുള്ളൂ. കാരണം എനിക്ക് തീരെ അടുത്തുകൂടാ. അപ്പോൾ മോൾ തന്നെയാണ് അതൊക്കെ അടിച്ച് ഒരുവിധം ജനാലൊക്കെ അവൾ തുടച്ചു, ഗ്ലാസും എല്ലാം അവളെ തുടച്ചത് കേട്ടോ. അപ്പോൾ വൃത്തിയാക്കി ഞങ്ങളന്ന് എല്ലാം കൂടിയിട്ടുണ്ട്. എന്തെന്നാ പറയണ്ട, എനിക്കത് ആലോചിക്കാൻ വയ്യപ്പോൾ. അത്ര അധികം പൊടി ഞാൻ തിന്ന് കൂട്ടിയത് അവിടെ ആലോചിച്ചിട്ടേ. ഈ ഡോറിൻ്റെ മുകളിലും ആ ഡിസൈനിൻ്റെ ഉള്ളിലൊക്കെ ഈ പൊടി തന്നെയായിരുന്നത്. അപ്പോൾ കുറേയൊക്കെ ബ്രഷ് കൊണ്ട് എടുത്തു കിട്ടാ. ബ്രഷ് കൊണ്ട് തട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പോരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പാടുപെട്ടു കിട്ടാ ഇങ്ങനത്തെ പണികൾ. നമ്മളൊരു വീട് മൊത്തമായിട്ടൊരു വീട് പണിത് കയറിയിരിക്കണം തന്നെ അത്രയും നല്ലത് കേട്ടോ. കാരണം ഇങ്ങനെ നമ്മൾ ഈ പൈസ ഇല്ലാത്ത നമ്മളെപ്പോലുള്ളവരൊക്കെയാണ് ഇങ്ങനെ ചെയ്യുക. കുറേശ്ശെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പണികൾ ചെയ്യില്ലേ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം വൃത്തിയാക്കലും ചെയ്യലും കഴുകലും ഒക്കെ ഇങ്ങനെ നടത്തും. അപ്പോഴേക്കും അടുത്ത പണി വരും. അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ താമസിച്ചാൽ പിന്നെ എത്ര പ്രാവശ്യമാണെന്ന് വിചാരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ വന്നിട്ടേ. അപ്പോൾ ഒന്നിച്ച് ചെയ്യാനായിട്ട് നമ്മളൊക്കെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഉള്ളപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതാവും. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ മോള് പുറത്തേക്ക് കടന്നിട്ട് പൊടി ഇങ്ങനത്തെ പൊടിയായിരുന്നു മുഴുവകത്തും. അപ്പോൾ ആ ചൂലുകൊണ്ട് കാണിക്കുമ്പോൾ ഇങ്ങനെ പറക്കാണ് പൊടി അന്ന് ഞങ്ങൾ ഫാനും സകല സാധനം തുടച്ചുവിട്ടാ. ഈ മോപ്പ് മുക്കിയിട്ട് സീലിങ് വരെ ആ മോപ്പ് കൊണ്ട് മോള് തുടച്ചിട്ടുണ്ടെന്ന് ആ പൊടി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുവിധം എല്ലാം കഴിഞ്ഞപ്പോൾ വൃത്തിയായിട്ടാ. അപ്പോൾ പൊടിയൊക്കെ പോയി, എല്ലാം സ്വിച്ച് ബോർഡുകളും കംപ്ലീറ്റ് എല്ലാതും തുടച്ച് പൊടിയൊക്കെ പോയതിന് ശേഷം മോളുടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ചുമരുമ്പോൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരിച്ച് അവിടെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് അവൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് അമ്മയ്ക്ക് റേഷൻ കടയിൽ പോകുമ്പോൾ വീട്ടിലിടുന്ന തന്നെയാണ് കേട്ടോ, ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പോവുക കേട്ടോ, അവിടെ അടുത്താണ്. അപ്പോൾ അതൊന്ന് കുത്തി കൊടുക്കാൻ പറഞ്ഞിട്ട് അതിന് വേണ്ടി നിന്നതാട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഫോട്ടോ ഒക്കെ വീണ്ടും തിരിച്ചവിടെ വെക്കാൻ വേണ്ടിയിട്ട് മോള് അതൊക്കെ എടുത്തു കൊടുന്ന് വെക്കുക കേട്ടോ. ഒക്കെ അതേ സ്ഥലത്ത് തന്നെ
അവൾ ഒട്ടിച്ചു വെച്ചു എല്ലാതും ഇട്ടാ. ഈ ഫോട്ടോ മക്കളുടെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയിട്ടേ പിന്നെ എപ്പോഴൊക്കെയോ ഞാൻ ഒരു പഴയ ബുക്ക് കിട്ടിയപ്പോൾ അതിൽ ഈ അന്ന് ഞാൻ ഇതിൻ്റെ ഫിലിം തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അന്നൊക്കെ ഫിലിമല്ല ആവുക. അപ്പോൾ ആ ഫിലിം തന്നിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോന്ന്. ആ ഫിലിം ഇരിക്കണു. അപ്പം ഞാൻ അത് കൊണ്ടുപോയി ഇപ്പം കൊടുത്തിട്ട് വീണ്ടും അയിമെന്ന് എടുത്തതാണ് കേട്ടോ ഇത്. ഇവിടെ ചെർക്കിൽ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് എടുത്തതാണ്. അപ്പോൾ അത് അന്ന് അങ്ങനെ ആ ബുക്കിൻ്റെ ഇടയിൽ അത് ഇരിക്കണത് ഭാഗ്യമായി. അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ഫോട്ടോ ഒക്കെ പോയി തന്നെ. ആ ചെറുപ്പത്തിലത്തെ ഒന്നും കാണാൻ പറ്റില്ല, അങ്ങനെ ആയി തന്നെ. അപ്പോൾ ഇത് കിട്ടിയത് ഭയങ്കര ദൈവത്തിനോട് നന്ദി പറയുക. ഞാൻ എങ്ങനെയോ ആ പുസ്തകത്തിൽ എനിക്ക് കുറേ ബുക്കുകൾ അടുക്കി വെച്ചതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഫിലിം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ കിട്ടിയപ്പോൾ കുറേയൊക്കെ ഞാൻ ആദ്യം ഒരു കവറിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ പോയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം ഉണ്ടായിരുന്നു അതിൽ. അപ്പം അത് അങ്ങനെ എനിക്കത് പ്രിൻ്റ് എടുക്കാൻ പറ്റി. അപ്പം എല്ലാതും അവിടെ എല്ലാതും അതത് സ്ഥാനത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ചവിട്ടുപടി ഹോളും തുടച്ചിട്ടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് തുടയ്ക്കാൻ വേണ്ടി TV സ്റ്റാൻഡും അതിൻ്റെ അടിയിലുള്ള ആ വയറും സ്റ്റെബിലൈസറിൻ്റെ വയറും ഒക്കെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒരുവിധം എല്ലാം ഒതുങ്ങിയെന്ന് പറയാം. പൊടി പിന്നെ നമ്മളൊരു 2-3-4 ദിവസം കൂടിയും അടിച്ച് തുടയ്ക്കുമ്പോഴാണ് കേട്ടോ മുഴുവനായിട്ട് അതിൻ്റെ ചെറിയ പാടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോഴുള്ളൂ. അല്ലാതെ ഒറ്റ തുടയിലും അടിയിലും നമുക്ക് അത് വൃത്തിയാവില്ല. നിലമൊക്കെ തുടയ്ക്കുമ്പോൾ അങ്ങനെ ഉണങ്ങി കഴിഞ്ഞ ഒരു ചെറിയ പാടുണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ 2-3-4 ദിവസമൊക്കെ അടുപ്പിച്ച് തുടച്ചതിന് ശേഷമായിട്ടാണ് പോയത്. അപ്പോൾ മോള് എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴുകി എടുത്തു ചുമരൊക്കെ. ഈ ഉമ്മറത്തുള്ള ടൈലിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചും ഇങ്ങനെ. അപ്പോൾ കണ്ണൻ പോയി വന്നതിന് ശേഷം മോളെന്നെ സഹായിച്ചു കേട്ടോ അതൊക്കെ കഴുകാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി വീട് അങ്ങോട്ട് വൃത്തിയാക്കി. ഉമ്മറത്തിൻ്റെ പണി കഴിഞ്ഞ് ഉമ്മറ ഒന്ന് അടിച്ചു തുടച്ചിടാൻ പറ്റണ്ടേ, അകം വൃത്തിയാക്കി ഇങ്ങനെയല്ലേ ഉമ്മറം വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ വീടിൻ്റെ പണി ഒരുമിച്ച് കഴിയുമ്പോഴുള്ള ആ ഒരു ഗുണം മനസ്സിലാവുക കേട്ടോ. മറ്റേത് നമ്മൾ കാശില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് നമുക്ക് എവിടുന്നെങ്കിലും പൈസ ഒപ്പിക്കാൻ പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് വീടിൻ്റെ പണി ചെയ്യുക തന്നെയാണ് എത്രയും നല്ലത്. അല്ല വെച്ചെങ്കിൽ ഇങ്ങനെ ഏത് നേരം ഇടയ്ക്കിടയ്ക്ക് കഷ്ടപ്പെടണം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞങ്ങളിപ്പോൾ എത്രാമത്തെ തവണയാണെന്നറിയും ഇങ്ങനെ ഓരോന്ന് ഒതുക്കലും പിടിക്കലും. അത് കഴിഞ്ഞ് മുറ്റത്തിൻ്റെ പണി. അപ്പോഴേക്കും ഇവിടെ ഒരു കുഴൽക്കിണർ കുഴിച്ചു. അപ്പം അതിൻ്റെ ചളിയും വെള്ളവും പാറപ്പൊടിയും അതങ്ങനെ വേറെ. അതൊക്കെ എത്രയോ മഴക്കാലം വേനൽക്കാലം കഴിഞ്ഞിട്ടാണ് അതൊന്ന് വൃത്തിയായി കിട്ടിയത്. അപ്പോൾ ഓരോന്നുണ്ടാവും ഓരോ സമയത്തും. അത് കഴിഞ്ഞിട്ട് മുറ്റം നിരത്തി. അപ്പം അതിൻ്റെ കുറച്ച് അത് പിന്നെ മുറ്റം നിരത്തിയോടുകൂടി പിന്നെ കുറേയൊക്കെ ചളിയും ഈ വെള്ളവും അതും ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടാണ്. അല്ലെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. മുറ്റത്ത് വരണവരൊക്കെ വഴിക്ക് വീഴുകയും ചെയ്യും ഞങ്ങളുടെ മുറ്റത്ത്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആയിട്ട് ലാസ്റ്റായിട്ട് ഞാൻ 2 തവണ ഒക്കെ അടിച്ചു വിട്ടാ ഞാൻ. ഇത് ആദ്യത്തെ തവണ, പിന്നെയും 2 തവണയൊക്കെ അടിച്ച് ഒന്ന് തുടച്ചപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടാണ്. അപ്പം അത് എല്ലാതും ഇപ്പോൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ, എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് എടുത്തിട്ടുണ്ടെന്നാണ് ഓർമ്മ. അപ്പോൾ മോള് പറഞ്ഞു അത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എടുത്തില്ല കേട്ടാ, വൃത്തിയായി കിടക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം കുറച്ച് സിമൻറ്റ് ബാക്കിയുണ്ടായിരുന്നു. ആ സിമൻറ്റ് കണ്ണനും മോളും കൂടിയിട്ട് ഞങ്ങളുടെ ബാക്ക് വശത്ത് കുറേ കല്ലും കട്ടയൊക്കെയാണ്. നമ്മൾ തീ കത്തിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കല്ലും കട്ടയായിട്ട് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഇട്ടിട്ട് അവിടെ വൃത്തിയാക്കിയിട്ടതാണ് കേട്ടോ ഈ കാണുന്നത്. ബാക്കിയുള്ള സിമൻറ്റ് കൊണ്ട് പുറകു വശത്ത് ഇങ്ങനെ വൃത്തിയാക്കി അവിടെ ഇട്ടു വിട്ടാ. മഴക്കാലമായി കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അതെന്താ വെച്ചിട്ട് അങ്ങനെ താഴ്ന്നു പോവില്ലല്ലോ. അപ്പം ഞാൻ അതൊന്ന് അടിച്ച് കളയും. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ബാക്ക് വശം അങ്ങനെ വൃത്തിയായിട്ടാണ്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും കൂടിയിട്ട് ഒക്കെ കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷമുണ്ട് കേട്ടോ മനസ്സിൽ. അപ്പം അങ്ങനെ ഈ ഭാഗത്ത് ഇപ്പോൾ
ഞങ്ങളിവിടെ ഇരിക്കുന്നതാണ് ഈ ടാങ്ക് മേലേക്ക് എടുത്ത് വെച്ചിട്ട് ഇവിടെയും കൂടി സിമെൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയും കൂടിയും കണ്ണം വൃത്തിയാക്കി തന്നു. അപ്പോൾ പിന്നെ എല്ലാം ഒരു പൊടി ഒതുങ്ങി എന്ന് പറയാം. നല്ല ഒരടുക്കും ചിട്ടയാക്കി വെക്കാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാനിത് ഇടണ്ടേന്ന് വിചാരിച്ച് കുറേ ഇരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇടാമെന്ന്, അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ ഇത് നമ്മുടെ പുറകിലത്തെ പറമ്പാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.